ഇന്ന് നമുക്ക് ഓണത്തിന് വെക്കാൻ പറ്റിയ അടിപൊളി ഒരു പായസം കണ്ടു നോക്കിയാലോ. അവിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായസം തയ്യാറാക്കിയത്. ഇത് കുടിക്കുന്ന പോലെ പറയല്ല കേട്ടോ, ഇത് അവിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തതെന്ന്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ അടപ്രഥമൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കിയാലോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. കാരണം ഒരു മിഠായിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിച്ചേക്കണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ചുവന്ന അവിൽ എടുക്കുന്നുണ്ട്. ചുവന്ന അവിൽ തന്നെ വേണമെന്നില്ല, ഏത് ടൈപ്പ് അവിലായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു കപ്പും കുറച്ച് വന്നിട്ടോ ഞാൻ എടുക്കുന്നത്. വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് കാണണേ, എന്നാലാണ് യൂട്യൂബ് പുഷ് ചെയ്തിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചും കൂടി ഞാൻ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് നമുക്ക് കാരമലാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ ഉരുകി വരും. സ്റ്റീലിൻ്റെതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉരുകി വരും. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണേ. ഏകദേശം ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒന്ന് ഉരുകി കിട്ടാനുണ്ട്. അപ്പോൾ ഇതാ നല്ലോണം തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. അധികം നേരം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേപോലെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം അങ്ങനെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം. ആ ചൂടിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് പാലൊഴിക്കുന്ന സമയത്ത് അവിൽ നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ. കാരണം നമ്മൾ കാരമൽ ചെയ്താന്നല്ലോ പഞ്ചസാര. അപ്പോൾ അത് പാലൊഴിക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് നിൽക്കും. അത് കുഴപ്പമില്ല. അത് തിളയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അടിഭാഗം. അപ്പോൾ ഇതാ മുഴുവൻ പാലും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കണേ. ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതാ പാല് നല്ലോണം തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇത് നല്ലോണം തന്നെ ഇളകി മിക്സ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ കുക്കർ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ കറി വെച്ച കുക്കറൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുക്കർ എടുക്കാണ്ട് നിൽക്കുക കേട്ടോ. ചോറ് വെക്കുന്ന കുക്കറൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, കറക്റ്റായിട്ട് നിന്നോളൂ. അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നീട് ഇത് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിലാണ് ഈ ഒരു പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ സൈഡിൽ നിന്നൊക്കെ ഞാൻ ഇളക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം തന്നെ ഇളകി വന്നിട്ടുണ്ട്. ഇതിനി മിക്സാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടും. ഇനി ഞാൻ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇനി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ 20 മിനിറ്റ്. ചിലത് ഒരു 2 വിസിലടിക്കുമോ, അത് കുഴപ്പമില്ല കേട്ടോ. ചിലത് വിസിലടിക്കുകയില്ല, അങ്ങനെ തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മളെ പായസം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് മാത്രം എന്നിട്ട് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. എന്നിട്ട് ഇത് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. കുറച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ അവിൽ വെച്ചിട്ട് ചെയ്ത് നോക്കിട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ അതുപോലെ തന്നെ മുന്തിരിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കട്ടോ.
നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാൻ. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുണ്ട്, ചെയ്ത് നോക്കാം. അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എഴുതി അറിയിക്കാം. അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോസായിട്ട് കാണാം.